വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജ്ജമാണ് ഏത്? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജ്ജമാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ BMR എന്നാണത് പറയാം. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ, T4 തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകമാണേത്? അയഡിൻ. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ശരീരത്തിൻ്റെ തൈറോക്സിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ. അപ്പോൾ ഹൈപ്പർ ആവുമല്ലോ, അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസമാണ് തൈറോക്സിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അയഡിൻ 131 ആണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131. തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ തൈറോക്സിൻ്റെ അളവ് കൂടിയാൽ എന്താണ്? ഹൈപ്പർ തൈറോയിഡിസവും കുറഞ്ഞാൽ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തൊരവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രധാന കാരണമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അതെന്താണ്? ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രധാന കാരണമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. രോഗപ്രതിരോധ കോശങ്ങൾ തൈറോയ്ഡ് കോശങ്ങളെ നശിപ്പിക്കുകയും തൽഫലമായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന വിട്ടുമാറാത്ത ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പുതിയ രോഗമല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് നോട്ട് ചെയ്ത് വയ്ക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്താണ്? രോഗപ്രതിരോധ കോശങ്ങൾ തൈറോയ്ഡ് കോശങ്ങളെ നശിപ്പിച്ച് തൽഫലമായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന വിട്ടുമാറാത്തൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പോൾ തൈറോയിഡൈറ്റിസ് എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന നീർക്കെട്ടാണ്. ഇതൊന്നുകൂടെ നമുക്ക് നോക്കാം. ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിൽ വേണ്ട ഊർജ്ജമാണ് ഏത്? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? തൈറോക്സിനാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമായ മൂലകമാണ് അയഡിൻ. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ശരീരത്തിൽ തൈറോക്സിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഏതാ? ഹൈപ്പർ തൈറോയിഡിസം എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131. തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസിൻ്റെ കാരണം ഏതാണ്? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പോൾ എന്താ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ? രോഗപ്രതിരോധ കോശങ്ങൾ തൈറോയ്ഡ് കോശത്തെ നശിപ്പിച്ച് തൽഫലമായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന വിട്ടുമാറാത്തൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഏതാണ്? ക്രിട്ടിനിസം. അപ്പോൾ കുട്ടികളിൽ ക്രിട്ടിനിസവും മുതിർന്നവരിൽ ഏതാ? മിക്സഡിമ. കുട്ടികളിൽ ക്രിട്ടിനിസം, മുതിർന്നവരിൽ മിക്സഡിമ. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലം കണ്ണുകൾ പുറത്തേക്ക് തള്ളിയതായി കാണപ്പെടുന്ന അവസ്ഥയാണ് ഈ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തൈറോക്സിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? എക്സോഫ്താൽമിക് ഗോയിറ്റർ ഉണ്ടാവുക. തൈറോക്സിൻ്റെ കുറവ് മൂലമാണ് എന്തൊക്കെ ഉണ്ടാവുക? ക്രിട്ടിനിസവും മിക്സഡിമയും. രക്തത്തിൽ സാധാരണ കാൽസ്യത്തിൻ്റെ അളവ് 9 മുതൽ 11 mg/dl ആണ്. 9 മുതൽ 11. കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരിമണിയുടെ വലിപ്പമുള്ള 4 ചെറിയ ഗ്രന്ഥികളെയാണ് എന്ത് പറയുക? പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ. 4 ഗ്രന്ഥികളാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ. പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. എല്ലുകളിൽ നിന്നും കാൽസ്യം പുറപ്പെടുവിക്കാനും വൃക്കകളിലൂടെ കാൽസ്യം പുനരാഗീരണം ചെയ്യാനും സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് കാൽസിറ്റോണിനും പാരാതോർമോണും.
ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കാൽസിട്ടോണിൻ. കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? കാൽസിട്ടോണിൻ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ അത് എല്ലുകളിലും പല്ലുകളിലും സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഈ കാൽസിട്ടോണിൻ. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? കാൽസിട്ടോണിൻ. ഇവിടെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോക്കി വെച്ചേക്കാം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കാൽസിട്ടോണിൻ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. അപ്പോൾ കുറയ്ക്കാൻ ഏതാ വരിക? കാൽസിട്ടോണിനും, കൂട്ടാൻ പാരാത്തോർമോണുമാണ്. പാരാത്തോർമോണിൻ്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണേത്? ടെറ്റനി. അപ്പോൾ ടെറ്റനി ഏത് ഹോർമോണായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? പാരാത്തോർമോണിൻ്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോവാം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളുണ്ടാകുന്ന രോഗമാണ് ഏത്? ക്രിട്ടിനിസം. മുതിർന്നവരിലുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ഗ്രേവ്സ് ഡിസീസാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് മൂലം കണ്ണുകൾ പുറത്തേക്ക് തള്ളിയതായിട്ട് വരുന്നതാണ് ഏത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ അളവ് 9 മുതൽ 11 mg/dl ആണ്. കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരിമണിയുടെ വലിപ്പമുള്ള 4 ചെറിയ ഗ്രന്ഥികളാണ് ഏത്? പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ. പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എല്ലുകളിൽ നിന്നും കാൽസ്യം പുറപ്പെടുവിക്കാനും വൃക്കകളിലൂടെ പുനരാഗീരണം ചെയ്യാനും സഹായിക്കുന്നതാണ് പാരാത്തോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഈ 2 ഹോർമോണുകളും. ഏതൊക്കെയാ? കാൽസിട്ടോണിനും പാരാത്തോർമോണും. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ അത് എല്ലുകളിലും പല്ലുകളിലും സംഭരിക്കാൻ സഹായിക്കുന്നതാണ് കാൽസിട്ടോണിൻ. അപ്പോൾ കൂടുമ്പോൾ കുറയ്ക്കാനാണ് എന്ത്? കാൽസിട്ടോണിൻ വരുന്നത്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്നതാണ് കാൽസിട്ടോണിൻ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാൻ സഹായിക്കുന്നതാണ് കാൽസിട്ടോണിൻ. കൂട്ടാൻ സഹായിക്കുന്നതാണ് പാരാത്തോർമോൺ. പാരാത്തോർമോണിൻ്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണിത്? ടെറ്റനി. അപ്പോൾ ഇത് നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10-25 ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. താങ്ക് യു.